ഇത് ഏത് മൊഞ്ചത്തി? എന്തുവാടാ ഇത്? എടുപ്പ് കുതിരയോ? മാഡം, അപൂർവന്റെ കൈ വെട്ടണോ കാൽ വെട്ടണോ? പ്ലീസ് ടെൽ മീ ദാറ്റ്. നോ നോ, അപൂർവനെ മീറ്റ് ചെയ്യണം. അയ്യോ, അതിനെന്താ? അപൂർവൻ ഈ നാട്ടിലെ മുത്തല്ലയോ, ഞങ്ങള് കണ്ടുപിടിച്ചു തരാം. ഓക്കേ. അപ്പൊ നീ പറയുന്നത് സൂര്യൻ കടലിൽ താഴണില്ലെന്നാണോ? ഉണ്ണി, നമ്മുടെ എണ്ണയാട്ടണ ചാമിയാരുടെ ചക്കില്ലേ, അതില് ചക്കാണ് സൂര്യൻ. അതില് കണ്ണിനെ പൂട്ടിയിട്ട് ചുറ്റി ചുറ്റി വന്ന ചാമിയാരാണ് ഭൂമി പറയണേ. ഓ എടാ, അപ്പൊ ഈ പകലും രാത്രിയൊക്കെ ഉണ്ടാകുന്ന ഇത് സൂര്യൻ, ഇത് ഭൂമി, ഇത് ഇന്ത്യ, ഇത് അമേരിക്ക. ഇപ്പൊ ഇവിടെ പകലാണ്, ഇവിടെ രാത്രിയാണ്. ചുത്തു 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 ചുത്തു. ഇപ്പൊ അമേരിക്കയിലൊക്കെ പകലാണ്, ഇവിടെ രാത്രിയാണ്. പിന്നെയും ചുത്തു 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 ചുത്തു. ഇപ്പൊ ഇന്ത്യയിൽ പകലല്ലേ? അപ്പൊ എല്ലാ രാത്രിയിലും നമ്മൾ അമേരിക്ക പോയിട്ടാണോ തിരിച്ചു വരുന്നത്? പാവ ഇന്ത്യക്കാരത് എല്ലാം അറിയുന്നുണ്ടോ അല്ലേ? എന്തായാലും രാത്രി ജനലിൽ കൂടെ ഉള്ള മൂത്രമൊഴിപ്പിരുന്നു എല്ലാ സായിപ്മാരുടെ ദേഹത്ത് വീണ അമേരിക്കൻ പോലീസ് കൂടി ചകത്തിട്ടില്ലേ? ആശാന്റെ കൂടെ ചേർന്ന ചോപ്ര നമ്മളെ പറ്റിച്ചു തോന്നുകയാണേ. അപ്പൊ ആശാനെ, പാലയും കൂലിയില്ലായിരുന്നപ്പോ വെറുതെ ചിന്തിച്ചു പോയതാണ്. ആശാൻ പൊറുക്കണം. ഇനി ഇങ്ങനെ ഒരു ശാസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കത്ത് പോലും തല്ലരുത്. അല്ലാനോ എന്റെ ശിഷ്യന്മാരുടെ ദേഹത്തെ തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ മന്ദാരക്കടവ് ഷാപ്പിൽ കുടിക്കാൻ ചെന്നപ്പോഴേ ഈ മാഡത്തിന് എന്നോട് എന്തോ പറയാണ്ടെന്ന്. നിന്നോട് എന്താ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്നാ മാഡം പറഞ്ഞത്. പ്ലീസ് കം. അവര് സ്വതന്ത്രമായിട്ട് സംസാരിക്കട്ടെ. കൂടെ വേണ്ട. ഞാൻ പറഞ്ഞ അവന്റെ ഒരു ഭാഗ്യം. എന്താ ഫിക്സ് ചെയ്ത്? ഇത് ശരിയാവില്ല. മതിടാ. ഇയാളെ കൊണ്ട് വല്ല ശല്യമായില്ല ദൈവം. നിന്റെ ആശാൻ എന്നടാ പറഞ്ഞത്? ആദ്യം ഞാൻ പള്ളി വേറെ പള്ളിക്കൂടം വേറെ. ഇക്കാര്യത്തിൽ ആശാനിക്ക് പുല്ല. നീ കൂടെ നീ കല്യാണം കഴിച്ചാല് ആരും തിരക്കിക്കണ്ട. പ്രസിഡന്റ് കെട്ടിപ്പിടിച്ച് കാണിച്ചു. തനിക്കൊക്കെ പ്രായമായില്ലോ. ഞാനും സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ. എനിക്ക് എനിക്ക് BP-യുടെ അസുഖം ഉണ്ടെന്ന്. നീ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്ത് അമൃതാണ് അവൾ ഈ പഞ്ചായത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ നാളെ കേരളത്തെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു വൻകിട പദ്ധതി ഈ മന്തക്കാട് ഗ്രാമത്തിൽ നടപ്പാക്കാൻ പറയണേ. എന്ത് പദ്ധതി? സോളാർ പദ്ധതിയെ. നമസ്കാരം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ദാരക്കടവ് ഗ്രാമത്തിലെ വീരയോദ്ധാക്കളെ, ഈ നാടിന്റെ ഭാഗ്യമാണ് അപൂർവൻ എന്ന ഈ ചെറുപ്പക്കാരൻ. കാരണം അദ്ദേഹം കമ്പനിക്ക് വേണ്ടി അയച്ചു തന്ന സോളാറിലെ പരീക്ഷണങ്ങൾ കമ്പനിയുടെ തന്നെ കണ്ണു തള്ളിച്ചു. ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത്. അവന്റെ വിഭാവനം അവർക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അയച്ചു തന്ന മാതൃക കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുത്തതും കമ്പനിയുടെ ഫ്രാഞ്ചൈസി അപൂർവനെ ഏൽപ്പിച്ചതും. അപൂർവന്റെ സോളാർ സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും.
ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ മിനിസ്റ്റേഴ്സും ഈ പ്രോജക്റ്റിനെ പറ്റി എന്നോട് ചോദിക്കാറുണ്ട്. മിനിസ്റ്റർ ഇനി നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം മന്ദാരക്കടവ് ഗ്രാമത്തെ ലോകത്തിലെ ആദ്യത്തെ സോളാർ ഗ്രാമമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പ്രശസ്ത നർത്തകിയും സീരിയൽ നടിയുമായ നമ്മുടെ സ്വന്തം ശ്രീദേവി മേനോനെ ക്ഷണിക്കും. സുപ്രസിദ്ധ സിനിമാ താരവും സീരിയൽ താരവും നർത്തകിയുമായ ശ്രീദേവി മേനോനാണ് ഇപ്പോൾ തിരികൊളുത്തിക്കൊണ്ടിരിക്കുന്നത്. ജുംബലിക്ക ജുംബലിക്ക, അതുപോലെ തന്നെ രാക്ഷസ പുത്രി, അതൊക്കെയാണ് അവരുടെ പുതിയ ചിത്രങ്ങൾ. ഇത് നമ്മുടെ പ്രസിഡന്റ് തിരികെത്തിക്കാൻ പോകുന്നു. വെള്ളച്ചാമി ഇനി മണ്ടയിൽ ഇമാരി വെളിച്ചം വെച്ച് കെട്ടിയിട്ട് മോന്തയ്ക്ക് പെൽച്ചിക്ക് ഇതിന് മുകളിൽ വലിഞ്ഞു കയറുന്ന കാര്യമില്ല പറയണം. ഇതാണ് സോളാർ ലൈറ്റ്. സൂര്യനിൽ നിന്ന് രശ്മി നേരെ സോളാറിൽ അടിക്കുന്നു, അത് നേരെ ലൈറ്റിലെത്തും. നിങ്ങളുടെ സിമ്പിളാ, സ്വിച്ച് ഇടാ, ബാണം വിട്ട പോലെ ഇങ്ങനെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറാ, കൊലയം മേടിക്കാ കല്ലെടുക്ക. മിക്സി വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യുമെന്നോ? എന്തൊക്കെ വർക്ക് ചെയ്യും പറഞ്ഞു കൊടുക്കും. വാഷിംഗ് മെഷീൻ, TV, ഗ്രൈൻഡർ, ജ്യൂസ്, ഇഞ്ചക്ഷൻ കുക്കർ, കമ്പ്യൂട്ടർ, പിന്നെ അയൺ ബോക്സ്. അതെ, നിന്റെ കൈ കൊണ്ട് തന്നെ ഐശ്വര്യമായിട്ടാണ് കൊടുത്തേ. ഈ താടി എനിക്ക് തരുമോ? അത് മാത്രം ചോദിക്കരുത്, തരാൻ പറ്റില്ല. ആ നിക്ക്. ഇനി ഇങ്ങനെ സൈക്കിള് ചവിട്ടി തേരാപര നടക്കണ കാര്യമില്ല ഉണ്ണി. ഞങ്ങളുടെ ഈ സോളാർ ഇതിലൊന്ന് പിടിപ്പിച്ചാല് അങ്ങേ തലക്കില് മന്തക്കാട് പോസ്റ്റ് ഓഫീസ് തൊട്ട് ഇങ്ങേ തലക്കില് മൂത്താന്തര ബാലിന്റെ വീട് വരേക്കും സൈക്കിള് ചവിട്ടാതെ അങ്ങനെ സുറന്ന് പോവാൻ പറയണേ. സോളാർ ഞാൻ കണ്ടുപിടിക്കാൻ നിന്നതാ. അന്ന് നമ്മളെ തോപ്പിന്റെ അടുത്ത് പറഞ്ഞ് നമ്മളെ താന്തിയ തൊപ്പിയെ പഴയ ഓ തന്നെ കണാര ഇപ്പൊ അതിന് മെനക്കാറില്ലേ. ആദ്യം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്ക, എന്നിട്ട് കണ്ടുപിടിക്കുക സോളാർ തുടങ്ങി. അപൂർവ, നമ്മുടെ സോളാറിന് വേണ്ടിട്ട് ഈ തൊഴിലുറപ്പുകാരുടെ മുഴുവനും ഫണ്ട് തരാന്ന് പറഞ്ഞിരിക്കുക. ഈ പ്രസിഡന്റിന്റെ ഒറ്റ ആളുടെ ഉറപ്പില്ല ഞങ്ങൾ ഈ കാശൊക്കെ തരാന്ന് പറഞ്ഞത്. അപ്പേട്ടാ, ഡോക്ടർ പറഞ്ഞതേ കുട്ടി രണ്ടാണെന്നാ. തരുള്ളൂ. റോസ്മേരി എന്തുപറ്റി?